എല്ലാവർക്കും നമസ്കാരം. ഞാനൊരു ചെറിയ ഉപകരണമായാണ് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. ഈ ഉപകരണം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഏതൊക്കെ വസ്തുക്കളിലൂടെ വൈദ്യുതി കടന്നുപോകും, ഏതിലൂടെയെല്ലാം വൈദ്യുതി കടന്നു പോകില്ല എന്ന് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ ഈ ഉപകരണം കൊണ്ട് നമുക്ക് സാധിക്കും. ഇനി ഇതിൽ ബാറ്ററിയും അതുപോലെ തന്നെ ബസറും ഒരു LED ബന്ധിപ്പിച്ചിട്ടുണ്ട്. രണ്ട് അറ്റങ്ങൾ സ്വതന്ത്രമായി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതൊരു ഓപ്പൺ സർക്യൂട്ടാണ്. ഇപ്പോൾ ഈ രണ്ടറ്റങ്ങൾ നമ്മൾ ബന്ധിപ്പിക്കുമ്പോൾ ഇവിടെ LED പ്രകാശിക്കുകയും ബസർ അടിക്കുന്നത് നമുക്ക് കേൾക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് പരീക്ഷണത്തിലേക്ക് കടക്കാം. ഇവിടെ ഞാൻ വിവിധ വസ്തുക്കൾ ശേഖരിച്ചു വെച്ചിട്ടുണ്ട്. നമുക്ക് ലഭ്യമാകുന്ന വസ്തുക്കളൊക്കെ തന്നെ നമുക്ക് ഈ രീതിയിൽ ഉപയോഗിച്ചുകൊണ്ട് ചെറിയ കുട്ടികൾക്ക് തന്നെ എളുപ്പത്തിൽ തന്നെ വൈദ്യുതി കടന്നു പോകാത്തതുമായ ഉപകരണങ്ങളെ, വസ്തുക്കളെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ ഈ ഒരു ഉപകരണം ഉപയോഗിച്ച് നമുക്ക് സാധിക്കും. ഇവിടെ പല വസ്തുക്കളും ഇവിടെ നിരത്തി വെച്ചിരിക്കാൻ നമുക്ക് ഓരോന്നിലും ഈ പരീക്ഷിച്ച് നോക്കാം. ആദ്യമായി ഇവിടെ ഒരു അലൂമിനിയം പ്ലേറ്റ് വെച്ചിരിക്കുകയാണ്. ഈ അലൂമിനിയം പ്ലേറ്റിലൂടെ വൈദ്യുതി കടന്നു പോകുമോ ഇല്ലയോ എന്ന് നമുക്ക് എളുപ്പത്തിൽ ഇപ്പോഴും മനസ്സിലാവും. ഇവിടെ LED ബസറും പ്രവർത്തിക്കുന്നു. അപ്പോൾ നമുക്കിതിലൂടെ വൈദ്യുതി കടന്നു പോകുന്നു. എന്നാൽ തൊട്ടടുത്ത് വെച്ചിരിക്കുന്ന ഈ തടി കഷ്ണം ഇപ്പോഴേ ബസർ അടിക്കുന്നില്ല, അതേപോലെ തന്നെ LED പ്രകാശിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് അതിലൂടെ വൈദ്യുതി കടന്നു പോകുന്നില്ല മനസ്സിലാക്കും. ഇതേ രീതിയിൽ നമുക്ക് എല്ലാത്തിലും വെച്ച് നോക്കാം. തുണി വൈദ്യുതി കടന്നു പോകാത്ത വസ്തുവാണ്. പേപ്പർ വൈദ്യുതി കടന്നു പോകാത്ത വസ്തുവാണ്. ഇവിടെ കല്ല് വെച്ചിരിക്കുകയാണ്, അതിലൂടെ വൈദ്യുതി കടന്നു പോകുന്നില്ല. ബ്ലേഡ് വൈദ്യുതി കടന്നു പോകുന്നു. മൺപാത്രം വൈദ്യുതി കടന്നു പോകുന്ന മൺചിരാതാണ് വൈദ്യുതി കടന്നു പോകുന്നില്ല. ഗ്ലാസ് വൈദ്യുതി കടന്നു പോകുന്നില്ല. ഫാൻ വൈദ്യുതി കടന്നു പോകുന്നു. ചാവി വൈദ്യുതി കടന്നു പോകുന്നു. കത്രിക കടന്നു പോകുന്നു. ഇവിടെ റബ്ബർ വെച്ചിരിക്കുകയാണ്. ഈ റബ്ബർ വൈദ്യുതി കടത്തിവിടാത്ത വസ്തുവാണ്. ഇവിടെ പ്ലാസ്റ്റിക് ഉണ്ട്. ഈ പ്ലാസ്റ്റിക്കും വൈദ്യുതി കടന്നു പോകാത്ത വസ്തുവാണ്. ഈ രീതിയിൽ നമുക്ക് വിവിധ വസ്തുക്കളിൽ ഈ ഉപകരണം വെച്ചുകൊണ്ട് നമുക്ക് അതിലൂടെ വൈദ്യുതി കടന്നു പോയില്ലയോ എന്ന് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റിയ വളരെ ലളിതമായ ഒരു ഉപകരണമാണ്. ഈ രീതിയിലൊരു സംവിധാനം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ചെറിയ കുട്ടികൾക്ക് തന്നെ വളരെ എളുപ്പത്തിൽ വസ്തുക്കളിൽ വൈദ്യുതി കടന്നു പോവോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. എല്ലാവർക്കും ഈ ഉപകരണവും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു.